അതായത് നമ്മുടെ 10th CBSE മക്കള് കഴിഞ്ഞ ഒരു വർഷകാലമായിട്ട് അവർ വളരെ മികച്ച രീതിയിൽ തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓരോ വിഷയം മീൻസ് ഓരോ ചാപ്റ്ററും ബയോളജിയിൽ തന്നെ ഓരോ ചാപ്റ്റർ പഠിക്കുന്നതിലും കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നതിലും അവരെടുത്ത എഫേർട്ടിൻ്റെ റിസൾട്ട് അവരത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഒരു പേപ്പറിൽ അവരത് ആൻസർ എഴുതാൻ വേണ്ടി പോവുകയാണ്. സോ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പരീക്ഷയിലേക്ക് പോകുമ്പോൾ. നമ്മൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ സയൻസിലേക്ക് വരുന്ന സാഹചര്യത്തിൽ 3 വിഷയങ്ങളുണ്ട്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഈ 3 വിഷയങ്ങളിൽ കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് ബയോളജിയാണ്. കാരണം ഫിസിക്സ്, കെമിസ്ട്രിയിൽ ന്യൂമറിക്കൽസ് പോലുള്ള കാര്യങ്ങൾ, മാത്സ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നത് ബയോളജി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ബയോളജിയിൽ ചില ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ബോർഡ് എക്സാം എഴുതാൻ പോവാണ്, എല്ലാവരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, അതായത് നിങ്ങളുടെ ആദ്യത്തെ ബോർഡ് എക്സാം ആണ്, നല്ലോണം പഠിക്കണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്, എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്, എല്ലാ ചാപ്റ്ററിനും ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് ഒബ്വിയസ്ലി ടെൻഷൻ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ബോർഡ് എക്സാം എന്ന് പറയുന്നത്. സോ ആ എക്സാമിന് നമ്മൾ ടെൻഷൻ അടിച്ചാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് ഒരു കാരണവശാലും ടെൻഷൻ വേണ്ട. സോ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. വളരെ കൂളായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പേപ്പറിൽ എഴുതുക. നിങ്ങളെ ഒട്ടും അറിയാത്ത ടീച്ചേഴ്സാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളാരും കാണുന്നൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പേപ്പറിൽ പ്രസന്റ് ചെയ്യുക. അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാം എഴുതുക. നാളത്തെ എക്സാമിൽ നിങ്ങൾ പഠിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുക. ഇനി അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അറിയുന്ന ടേംസ് ഒക്കെ നിങ്ങൾ അവിടെ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഈ വർഷത്തെ എക്സാമിൻ്റെ പ്രത്യേകത നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെക്ഷൻസ് ആയിട്ടാണ്. ആദ്യത്തെ സെക്ഷൻ എയിൽ നിങ്ങൾക്ക് ബയോളജി ക്വസ്റ്റ്യൻസ് കാണാം. സെക്ഷൻ ബിയിലാണ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്. സെക്ഷൻ സിയിലാണ് നമ്മുടെ സ്വന്തം ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്ക് ഏത് സെക്ഷൻ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടം ബയോളജി ആണെങ്കിൽ ബയോളജിയുടെ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അല്ല കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്, സ്ട്രോങ് ആയിരുന്നു ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബയോളജിയിലെ ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ബയോളജി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ കെമിസ്ട്രിക്ക് പോകാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഫിസിക്സിലേക്ക് പോകാറുള്ളൂ. ഇൻ ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്യരുത്. പക്ഷേ നിങ്ങൾക്ക് ഏത് സെക്ഷൻ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം സെറ്റാണ്. നാളെ നമ്മുടെ ദിവസമാണ്. നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്നത് സെക്ഷൻ ബിയിലാണ് വരുന്നത്. അപ്പോൾ മക്കൾക്കറിയാം, കെമിസ്ട്രിയിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലേ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഇതിനകത്ത് എല്ലാത്തിലുമായിട്ട് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ മക്കൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ എഴുതാനായിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം നാളത്തെ എക്സാമിന് നിങ്ങൾ പോകാനായിട്ട്. ഇത്രയും ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മക്കൾ ഓൾറെഡി പഠിച്ച് സെറ്റായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ, ഓൾറെഡി പ്രിപ്പയർ ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നാളത്തെ എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും നല്ല കൂളായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാവും പകലുമില്ലാതെ സൈലത്തിലെ ഓരോ അധ്യാപകരും പുലർച്ചെ 2 മണിവരെയും 3 മണിവരെയൊക്കെ ക്ലാസ്സുകൾ എടുത്തത്. ആ സമയങ്ങളിലെല്ലാം ആയിരക്കണക്കിന് മക്കളാണ് ഞങ്ങളെ വിശ്വസിച്ച് ഏറ്റവും മികച്ച മാർക്ക് നേടണമെന്ന് പറഞ്ഞ് ആ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. അതിനുള്ള റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇന്നത്തെ ലൈവ് ക്ലാസ് കൂടി കഴിഞ്ഞ് നല്ല സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ഇന്നേ വരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. അതിനുശേഷം കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷാ ഹാളിലോട്ട് കയറി ചെല്ലുക. നാളെ നിങ്ങളുടെ ദിവസമാണ്. നിങ്ങൾക്ക് ഏറ്റവും നന്നായി തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ദിവസമാണ്. ഒരു ടെൻഷനും വേണ്ടടാ മക്കളെ, പരീക്ഷ ഗംഭീരമാക്കും.